ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം പ്രത്യേകം സ്നേഹിച്ച് വിളിച്ച് പ്രിയപ്പെട്ട മക്കളെപ്പോലെ കൊണ്ടുവന്ന് നടന്നതാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തെ ദൈവം പ്രത്യേകം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവം ഒരു പ്രത്യേക പരിഗണന നൽകി, എല്ലാം ദൈവം നൽകി. സ്നേഹമുള്ള ഒരു പിതാവ് ആ പിതാവിൻ്റെ മക്കളെ കൊണ്ടു നടക്കുന്നത് പോലെ ദൈവം ഇസ്രായേൽ ജനത്തെ കൊണ്ടു നടന്നു. ഇസ്രായേൽ ജനത്തിന് അന്ന് ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും നൽകി. അതുപോലെ തന്നെ ഇന്ന് ദൈവമക്കളെ ദൈവം അതിനേക്കാൾ കുറെ കൂടെ സ്നേഹിച്ചാണ് ദൈവം ഇന്ന് ദൈവമക്കളെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്നത്. ഇന്ന് എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്? ഇന്ന് തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകി നമ്മളെ തീറ്റിപ്പോറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പവും വീഞ്ഞും നൽകി തൻ്റെ ശരീരവും രക്തവും നൽകി നമ്മളെ പോറ്റുന്ന ഒരു ദൈവം. അതാണ് ഇന്ന് നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ദൈവം അങ്ങനെയാണ് നമ്മളെ വളർത്തുന്നത്. അതാണ് ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടുത്തെ ശരീരം ഭക്ഷിച്ചും രക്തം പാനം ചെയ്തും ജീവിക്കുന്ന നമ്മൾ. അപ്പം നമ്മുടെ ജീവൻ അവിടുത്തെ ശരീരവും അവിടുത്തെ രക്തവുമാണ്. അപ്പോൾ അവിടുത്തെ ദൈവവുമായിട്ട് ഒന്നായി ചേർന്ന ഒരു സമൂഹമാണ്. അതാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അവിടുത്തെ ശരീരം ഭക്ഷിച്ചാണ്, അവിടുത്തെ രക്തം പാനം ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. എൻ്റെ ജീവൻ അതാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് എൻ്റെയും ജീവൻ. യൂദത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നു, അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു. കാരണം ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു ജനമാണ്. ദൈവം എപ്പോഴും കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ജനമാണ്. ഇടയൻ അവിടുന്നാണ്. ദൈവമക്കൾ ആ എല്ലാവരും ആടുകളാണ്. അപ്പം ദൈവം പറയുന്ന വഴിയിലൂടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം പോയില്ലെങ്കിൽ, യൂദത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം അധ്യായം പറയുന്ന പോലെ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഈ ദയനീയ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരാജയങ്ങളിൽ ഇസ്രായേലിന് മാത്രമല്ല നമുക്കും സംഭവിക്കുന്ന പരാജയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വലിയ തകർച്ചകൾ, സാമ്പത്തിക തകർച്ചകൾ, അല്ലാതെ ബാക്കി എല്ലാ മേഖലകളിലുമുള്ള തകർച്ചകൾ, വലിയ രോഗങ്ങൾ, നാടുപോലും വിട്ടുപോകേണ്ട വീടും നാടും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ, തകർച്ചകൾ, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാകുന്നത്, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്, കുടുംബം ഇല്ലായ്മയായി പോകുന്നത്, അങ്ങനെ നിരവധിയായ തകർച്ചകൾ നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്, നമ്മുടെ ഇടവകളിലും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നേരിട്ടൊരു കാരണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടുന്ന് നിശ്ചയിച്ച പാതകളിൽ നിന്ന് വ്യതിചലിച്ച വ്യക്തികൾക്കാണ് കൂടുതൽ തകർച്ചകൾ വരുന്നതും ജീവിതം കൈവിട്ടു പോകുന്നതും. ഉദാഹരണം ധൂർത്തപുത്രൻ. അവൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ആരംഭിച്ചത്. ഇതുപോലെ പിതൃഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ച അനേകം യുദ്ധങ്ങളിൽ പിന്നെ നമ്മൾ ചെല്ലുന്ന എല്ലാ വഴികളിലും നമുക്ക് തകർച്ചകളായിരിക്കും. പാപം നമ്മുടെ ജീവിതത്തിൽ ഓരോന്നോരോന്ന് കയറി വരുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല, തിന്മയുടെ സ്വാധീനമാണ് പലപ്പോഴും നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. യെശയ്യായുടെ പുസ്തകം 51-ാം അധ്യായം 16-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു.
ആകാശത്തെ വിരിച്ചത് അവിടുന്നാണ്. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും. ഇതെല്ലാം ആ തമ്പുരാൻ്റേതാണ്. ഒന്നും എൻ്റേതല്ല. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, നീ എൻ്റെ ജനമാണ് എന്ന് എന്നോട് പറയുന്നു ദൈവം. അതുമാത്രമല്ല, അവിടുത്തെ വചനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. എന്തിനാണ്? ഞാൻ കർത്താവിൻ്റെ തണലിലാണ് വസിക്കുന്നത്. അങ്ങനെ തമ്പുരാൻ്റെ തണലിൽ വസിക്കുന്ന ഞാൻ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന യുദ്ധങ്ങളും പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാം ദയനീയമായിട്ട് ഞാൻ പരാജയപ്പെടും. അപ്പം ഇങ്ങനെ ദയനീയമായിട്ട് പരാജയപ്പെടുമ്പോൾ ദൈവമേ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുമോ? തൻ്റെ മക്കളെ സംബന്ധിച്ച മുഴുവൻ ഉത്തരവാദിത്വവും ദൈവം ഏറ്റെടുത്താണ്. എന്നെ വളർത്തുന്നത് അവിടുത്തെ ശരീരവും അവിടുത്തെ രക്തവും നൽകിയാണ് എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധം എൻ്റെ ദൈവത്തിന് എന്നോടുണ്ട്. എനിക്ക് തിരിച്ച് ആ സ്നേഹം എൻ്റെ ദൈവത്തോട് ഉണ്ട്. ദാവീദിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാവീദ് ദൈവത്തെ വല്ലാതെ സ്നേഹിച്ചു. ദാവീദിന് ദൈവത്തോട് വലിയ സ്നേഹമാണ്. അതുപോലെ തന്നെ ദൈവത്തിന് ദാവീദിനോടും സ്നേഹമാണ്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു, ഞാൻ ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ പേടകം കൂടാരത്തിലാണ്. അത് ദാവീദിനൊരു അഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ. താൻ വസിക്കുന്നത് ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിലും ദൈവത്തിൻ്റെ സവാസം ഒരു കൂടാരത്തിലും. ആ ഒരു തോന്നൽ ദാവീദിന്, ഇത് ശരിയല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. അപ്പം ദാവീദ് കർത്താവിന് വേണ്ടി ആലയം പണിയാനുള്ള ഒരാഗ്രഹം ദാവീദിനുണ്ട്. അപ്പം നാഥാൻ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, എൻ്റെ ദാസനായ ദാവീദിനോട് നീ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആടുമേയിച്ച് നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കുക. എൻ്റെ ദാസനായ ദാവീദിനോട് നീ പറയണമെന്ന് പറഞ്ഞിട്ട് നാഥാൻ പ്രവാചകൻ വഴിയാണ് കർത്താവ് അരുളി ചെയ്തത്, ആടുമേയിച്ച് നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഒന്ന് നോക്കുക. ഒരു കൊച്ചു പയ്യനായിരുന്നു. ആടുമേയ്ക്കലായിരുന്നു അവൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ. ആ കുടുംബത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു പയ്യനായിരുന്നു. പക്ഷെ ദൈവമാണ് അവനെ തിരഞ്ഞെടുത്തത്. അതാ നാഥാൻ വഴി കർത്താവ് പറയുന്നത്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആടുമേയിച്ച് നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ രാജാവായി തിരഞ്ഞെടുത്തു. അതുമാത്രമല്ല, നീ പോയിടത്തെല്ലാം നിന്നോടുകൂടെ ഞാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് നോക്കുന്ന പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ നോക്കുക. നമ്മൾ ആരായിരുന്നു? ഇന്ന് ഞാൻ ആരാണ്? എൻ്റെ ജീവിതത്തിലെ ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദാവീദിനോട് പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കണം, ആടിനെ മേയിച്ച് നടന്ന നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പും സ്നേഹവും അവിടുന്ന് എൻ്റെ കൂടെ നടന്ന് എന്നെ വളർത്തുന്ന ഒരു കൃപയും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ആയിരിക്കുന്ന ഈ അവസ്ഥയിലൊന്നും ആയിരിക്കുകയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ ആയി തന്നെ ഇല്ലാതായി തീർന്നേനെ. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ഇടത്ത് എത്തിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം. സ്നേഹമുള്ളവരെ, ദൈവമാണ് എല്ലാം തന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം തരാത്തതായിട്ട് ഒന്നും എനിക്കില്ല. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 27-ാമത്തെ വചനം, എന്തെന്നാൽ കർത്താവേ, അങ്ങ് അനുഗ്രഹിച്ചത്
എന്നേക്കും അനുഗ്രഹമായിരിക്കും. ഒരിക്കലും ഈ അനുഗ്രഹം അവിടുന്ന് പിൻവലിക്കുന്നില്ല. അതെന്നേക്കും അനുഗ്രഹമായിരിക്കും. ഞാനൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വഴിയിൽ വെച്ച് ദൈവത്തോട് പിണങ്ങി ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടാകും. അങ്ങനെപ്പോഴെല്ലാം എനിക്ക് സംഭവിക്കുന്ന ദയനീയമായ പരാജയമായിരിക്കും. ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും. ദാവീദിനെക്കുറിച്ചാണ് പറയുന്നത്. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും, അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിർത്തും. ദാവീദിനോടൊരു പ്രത്യേക സ്നേഹം ദൈവത്തിന്. എന്തോ ദാവീദും അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ദൈവം തിരഞ്ഞെടുത്തതും എന്നേക്കുമായിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പസ്തോല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് 13-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതം നിറവേറ്റും. ദൈവത്തിൻ്റെ വാക്കാണ്. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതം നിറവേറ്റും. ദാവീദിനോടുകൂടെ എപ്പോഴും കർത്താവുണ്ട്. ദാവീദ് പോകുന്ന ഇടത്തെല്ലാം കർത്താവ് അവൻ്റെ കൂടെ നിന്ന് അവനെ സഹായിക്കും. കർത്താവ് ഇത്രയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ദാവീദിൻ്റെ സിംഹാസനം, അത് ദൈവത്തിൻ്റെ വലിയൊരു വാക്കാണ്, ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ദൈവം അവനെ ഒത്തിരി സ്നേഹിച്ചു. ആ സിംഹാസനത്തിലാണ് കർത്താവും ആയിരിക്കുന്നത്. ദാവീദിൻ്റെ സിംഹാസനമാണ്. ദാവീദും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ കൃതജ്ഞതയോടെയാണ് ജീവിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ എളിമയോടെ പറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 17-16. കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ എന്നാണ് ദാവീദിൻ്റെ ചോദ്യം. കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. ഞാൻ എന്താ ദൈവമേ? ഞാനും എൻ്റെ കുടുംബവും എന്താണ്? ഒന്നുമല്ല. എന്നിട്ടും എന്നെ ഈ നിലയിലെത്തിക്കാൻ എന്താണ്? ഞാനൊന്നുമല്ല. എന്നിട്ടും എൻ്റെ ദൈവം എന്നെ ഇവിടെ എത്തിക്കുന്നല്ലോ. ഇത്രത്തോളം വലിയൊരു സ്നേഹബന്ധം ദാവീദും ദൈവവുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നീ എന്നെ എത്രത്തോളം വലുതാക്കാൻ ഞാനും എൻ്റെ കുടുംബവും എന്താ കർത്താവ് ചെയ്തത്? അത് ദാവീദ് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നുണ്ട്. ഇത്രയൊക്കെ ആണെങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിലും പരാജയങ്ങൾ സംഭവിക്കുന്നു. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. സാത്താൻ്റെ ഒരു പണിയാണ്. ദൈവവുമായിട്ട് അവൻ അത്ര അടുത്തല്ലേ, ഒരു പണി കൊടുക്കാം എന്ന് സാത്താൻ വിചാരിച്ചു. പക്ഷെ ദാവീദ് അതിൽ തിരിച്ചറിഞ്ഞുമില്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ കർത്താവ് നിശ്ചയിച്ച വഴിയിലൂടെ അല്ലാതെ ദാവീദ് പോവുകയാണ്. ദാവീദ് അവിടെ പോയി ദയനീയമായിട്ട് അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 21 സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. സാത്താൻ ഉണർന്ന ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കാനാണ് അവിടെ ദാവീദിനെ പ്രേരിപ്പിച്ചത്. വെറുതെ കർത്താവിൻ്റെ വഴിയിൽ നിന്നും ദാവീദിനെ പിന്തിരിപ്പിച്ചു. പിന്നെ അതിൻ്റെ ഒരുപാട് തിക്തഫലങ്ങൾ നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. ജനത്തിൻ്റെ കണക്കെടുത്തത് കർത്താവിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. നോക്കുക, ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പോരുമ്പം ദാവീദിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് മുതൽ എത്രയോ വലിയ വലിയ കൃപകൾ വാങ്ങി സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും ഒന്നുമല്ല കർത്താവ്, എന്നിട്ടും നീ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നല്ലോ എന്നൊക്കെ ദാവീദ് കൃതജ്ഞതയോടെ ദൈവത്തിന് മുമ്പിൽ വാഴ്ത്തിപ്പാടിയതാണ്. എന്നിട്ടും ദാവീദിൻ്റെ ജീവിതത്തിലൊരു തിന്മ കയറി വരികയാണ്. സാത്താൻ ഉണർന്ന് ഇസ്രായേലിനെതിരെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് അതിൽ അറിയാതെ വീണുപോയി. ദാവീദ് അവിടെ ദയനീയമായി പരാജയപ്പെടുകയാണ്. കർത്താവ് ദീർഘദർശിയായ ഗാദിനോട് അരുളി ചെയ്തു, ദാവീദിനോട് പറയുക, ഈ ചെയ്ത തെറ്റിന് നീ ശിക്ഷ ഏറ്റുവാങ്ങിയേ പറ്റൂ. നിനക്ക് നിൻ്റെ മുമ്പിൽ 3 ശിക്ഷകൾ ഞാൻ തുറന്നു വയ്ക്കാം.
അതിലിഷ്ടമുള്ളത് നിനക്ക് സ്വീകരിക്കാം. ദാവീദിനോട് പറയുക, 3 ശിക്ഷ നിനക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. 1, 3 വർഷത്തെ ക്ഷാമം. 2, 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും അതിനുശേഷം നീ നിൻ്റെ പലായനം, നീ ഓടി രക്ഷപ്പെടുന്നതും. പിന്നെയോ 3 ദിവസത്തെ മഹാമാരി. ഇപ്പം ദാവീദ് അവസാനത്തെ തിരഞ്ഞെടുത്ത് 3 ദിവസം കൊണ്ട് തീരുമല്ലോ എന്നോർത്ത്. 3 വർഷത്തെ ക്ഷാമവും വേണ്ട, 3 മാസം നീണ്ട ദിവസങ്ങളിലെ ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണമോ ഒന്നും വേണ്ട, 3 ദിവസത്തെ മഹാമാരി. ഇപ്പം 3ാമത്തത് ദാവീദ് തിരഞ്ഞെടുത്തു. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 ഇസ്രായേലിയർ മരിച്ചു വീണു. ദാവീദ് വീണ്ടും പ്രാർത്ഥിച്ചു കരുണയ്ക്ക് വേണ്ടിയിട്ട്. കർത്താവ് തൻ്റെ ശിക്ഷ പിൻവലിച്ചു. അപ്പോൾ യൂദത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. ദയനീയ പരാജയങ്ങൾ സംഭവിക്കുന്നിടത്ത് ദൈവം ഇല്ല എന്നും ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ പോവാത്തത് കൊണ്ടുമാണ് ദയനീയ പരാജയങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദയനീയമായ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കണേ. എന്തുകൊണ്ട് എനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ഈ പരാജയങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണ്? ഞാൻ ഓർക്കുന്നു, വളരെ മാന്യമായി ജീവിച്ച ഒരു കുടുംബനാഥൻ, അവനൊരു ദിവസം വളരെ പെട്ടെന്ന് ചില ആശയങ്ങൾ തോന്നി. അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. അവൻ്റെ സ്വത്തെല്ലാം ബാങ്കിൽ വെച്ച് വലിയ തുക ലോണെടുത്ത് ഒരുപാട് ഫാമുകളൊക്കെ ആരംഭിച്ചു. ഒപ്പം ഒരുപാട് ബിസിനസ്സുകളും കുറച്ച് ബ്ലേഡ് വ്യാപാരങ്ങളും ഒക്കെ അവൻ ആരംഭിച്ചു. നല്ല രീതിയിൽ ജീവിച്ചിരുന്ന അവൻ ആരംഭിച്ചതൊക്കെ പരാജയപ്പെട്ട് ഫാമുകൾ ഓരോന്നോരോന്ന് അടച്ചു പൂട്ടാൻ തുടങ്ങി. അപ്പോഴും അവൻ ചിന്തിച്ചില്ല എന്തുകൊണ്ടാണ് തനിക്ക് ഈ തകർച്ചകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അവൻ വീണ്ടും വീണ്ടും അതിൽ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവന് തിരിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് തോന്നിയില്ല, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ വഴിയിൽ നിന്നും മാറിയിട്ടാണോ എനിക്കിതൊക്കെ സംഭവിക്കുന്നത് എന്നവൻ ചിന്തിച്ചില്ല. അവൻ അടിക്കടി പരാജയപ്പെട്ടു. ദൈവം ആഗ്രഹിക്കാത്ത ഒരു വഴിയിലൂടെ പോയിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിച്ചിട്ട് നമ്മൾ ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ ഏതൊരു പരാജയത്തിൻ്റെ മുമ്പിലും തുടക്കത്തിലേ തന്നെ ഒന്ന് നിൽക്കാനും എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചിന്തിക്കാനും സാധിച്ചാൽ അവിടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ പരാജയം നമുക്ക് കാണാം. കർത്താവിൻ്റെ നിർദ്ദേശം ഇതായിരുന്നു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ജെറീക്കോയിലേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനം കാനാൻ നാട്ടിൽ പ്രവേശിക്കുകയാണ്. അവരുടെ ആദ്യത്തെ യുദ്ധമാണ് ജെറീക്കോയുമായിട്ട്. അപ്പോൾ തനിക്ക് ബലിയായി ദഹിപ്പിക്കപ്പെടേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ബലിയായി അർപ്പിക്കപ്പെടേണ്ട ജെറീക്കോയിൽ നിന്ന് ഒരു വസ്തുവും എടുക്കരുത്, എല്ലാം ബലിയായിട്ട് അവിടെ ദഹന ബലിയായി അർപ്പിക്കും. പക്ഷേ കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതൊക്കെ എടുത്തു. 200 ഷെക്കൽ തൂക്കം വരുന്ന ഒരു വെള്ളിക്കട്ടയും 50 ഷെക്കൽ തൂക്കം വരുന്ന ഒരു സ്വർണ്ണക്കട്ടിയും വിശിഷ്ടമായ ഒരു മേലങ്കിയും ജെറീക്കോയിൽ വെച്ച് അവൻ കണ്ടു. യുദ്ധത്തിനിടയിൽ ജെറീക്കോയെ പരാജയപ്പെടുത്താൻ ഇസ്രായേൽ ജനം ചെയ്യുന്ന യുദ്ധമാണ്. അതിൽ നിന്ന് അവൻ ഈ സ്വർണ്ണക്കട്ടിയും വെള്ളിക്കട്ടിയും വിശിഷ്ടമായ ഒരു മേലങ്കിയും കണ്ടപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അവൻ മറന്നു. അവനത് ആരും കാണാതെ എടുത്ത് അവൻ്റെ കൂടാരത്തിൽ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു.
ദൈവത്തിൻ്റെ കൽപ്പന അവൻ കർത്താവ് നിർദ്ദേശിച്ച വഴിയിൽ നിന്നും അവൻ മാറി. ഇസ്രായേൽ ജനത്തിന് മുഴുവനും അവൻ കളങ്കം വരുത്തുകയാണ്. അപ്പോൾ തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്നൊന്നും എടുക്കരുതെന്ന കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു. എന്നിട്ടൊന്നും സംഭവിക്കാത്ത മട്ടിൽ ആഖാൻ ജീവിക്കുകയാണ്. ഇസ്രായേൽ ജനം അടുത്ത ഒരു പട്ടണം കീഴ്പ്പെടുത്താനായിട്ട് പോവുക, ആയിപ്പട്ടണം. ഈ ആയിപ്പട്ടണം കീഴ്പ്പെടുത്താനായിട്ട് പോകുമ്പോൾ ജോഷുവ പറഞ്ഞു, ആദ്യം പോയി ആ പട്ടണത്തെ ഒന്ന് നിരീക്ഷിക്കുക. എത്ര ജനമുണ്ട്, എത്രത്തോളം പേരവിടെ യുദ്ധത്തിന് പോകണം, അവരുടെ അവസ്ഥ എന്താണ്. അങ്ങനെ ചാരന്മാരെ അയച്ച് ജോഷുവ ആയി പട്ടണത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ജോഷുവ പഠിച്ചതനുസരിച്ച് അധികം പേര് അവിടെ പോകേണ്ട കാര്യമില്ല. 2000-ഓ 3000-ഓ പേര് അവിടെ പോയി യുദ്ധം ചെയ്ത് ആയി പട്ടണത്തെ പരാജയപ്പെടുത്തി അത് കീഴ്പ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അവരങ്ങനെ ജോഷുവ പറഞ്ഞതനുസരിച്ച് കുറച്ചാൾ അവിടേക്ക് യുദ്ധത്തിന് പോയി. എന്നാൽ ഇസ്രായേൽ ജനത്തിന് എന്ത് സംഭവിച്ചു? ഇസ്രായേൽ ജനം ആയി പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റോടി. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പരാജയമാണ്. ദൈവമക്കളുടെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ജനം, ഈ ജനത്തിന് ഒരിക്കലും പരാജയം സംഭവിക്കാൻ പാടില്ല. കാരണം അവരുടെ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവാണ് അവരെ ഈജിപ്തിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന് ഈ ഓരോ കാനാൻ നാട്ടിലെ ഓരോ ദേശവും കീഴടക്ക് എന്ന് പറഞ്ഞ് കർത്താവാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആയി പട്ടണക്കാരുടെ മുമ്പിൽ ഇസ്രായേൽ ജനം തോറ്റോടി എന്ന് മാത്രമല്ല 36 പേരെ അവർ വധിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ആദ്യ പരാജയം. ഒരിക്കലും പരാജയത്തിൻ്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ ജനം അവിടെ പരാജയപ്പെട്ടു. ജോഷുവ വസ്ത്രം കീറി, അവന് ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടി വാരിയിട്ട് സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നു. വൈകുന്നേരമായപ്പോൾ കർത്താവ് വിളിച്ചു, ജോഷുവ, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന് ശത്രുക്കളെ ചെറുത്ത് നിൽക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോടുകൂടി ഉണ്ടാവില്ല. കർത്താവിൻ്റെ വാക്കാണ്. നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവുകയില്ല. അതെടുത്ത് മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതെടുത്ത് മാറ്റുന്നത് വരെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് പലതും നേരിടാൻ കരുത്തില്ലാതെ വരുന്നത് നമുക്ക് നഷ്ടപ്പെടുന്ന ദൈവവരപ്രസാദമാണ്. നമ്മളെന്ത് ചെയ്യുമ്പോഴും, നമ്മളേത് തീരുമാനമെടുക്കുമ്പോഴും ദൈവവരപ്രസാദത്തോടുകൂടി നമുക്കെടുക്കാൻ സാധിച്ചാൽ, കൃഷി ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു തൈ നടുമ്പോൾ, നമ്മളൊരു ചികിത്സയ്ക്ക് പോകുമ്പോൾ, ഒരു ഓപ്പറേഷന് പോകുമ്പോൾ, നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ, എന്ത് കാര്യം ചെയ്താലും പ്രസാദപര അവസ്ഥയോടെ ചെയ്താൽ ഭയങ്കര അനുഗ്രഹമാണ് നമുക്ക്. ഒരിക്കലും നമ്മൾ പരാജയം രുചിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പരാജയം നമ്മൾ രുചിക്കാനുള്ള കാരണം ദൈവം നിർദ്ദേശിച്ച വഴികളിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മൾ അടിക്കടി പരാജയപ്പെടുന്നു, ദയനീയമായി പരാജയപ്പെടുന്നു എന്നാണ് യൂദത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വചനം പറയുന്നത്. അങ്ങനെ ദയനീയമായി പരാജയപ്പെട്ട ഒരുപാട് മനുഷ്യജീവിതങ്ങൾ ദൈവമക്കളുടെ ഇടയിലുണ്ട്. പക്ഷേ ഇത് ദയനീയമായി പരാജയപ്പെടുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും മാറിയത് കൊണ്ടാണെന്ന് തിരിച്ചറിയാനും നമുക്ക് പറ്റാത്ത അവസ്ഥ വരുന്നു. നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാം. പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തകർച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എങ്കിൽ ആദ്യമായി ചിന്തിക്കുക, ഞാൻ കർത്താവിൻ്റെ വഴി വിട്ട് പോയിട്ടുണ്ടോ? ഞാൻ ജീവിക്കുന്നത് ദൈവവരപ്രസാദത്തിലാണോ? ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുന്നു, ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളിൽ പരാജയം വരുന്നു, ഞാൻ വാങ്ങുന്ന വാഹനങ്ങളിൽ നേരെ ആ വാഹനങ്ങൾ ശരിയാവുന്നില്ല, ഒന്നിലും ഒരു ഐശ്വര്യമില്ല, ഒന്നിലും ഒരു ദൈവാനുഗ്രഹം കാണുന്നില്ല, ഒന്നിലും ഒരു അഭിവൃദ്ധി കാണുന്നില്ല എങ്കിൽ ചിന്തിക്കണം, ദൈവത്തിൻ്റെ വഴിയിലാണോ
ഞാനുള്ളത്? അതോ ഞാൻ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മാത്രമാണ് എനിക്ക് ചെല്ലാനുള്ളത്. ഞാൻ ചെയ്യുന്നതെല്ലാം അവിടെ നിർത്തുക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിർത്തി നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവിൻ്റെ വഴി അന്വേഷിക്കുക. പ്രതിസന്ധികളെ നേരിടുമ്പോൾ നമുക്ക് കരുത്തില്ലാതെ പോകുന്നു, ശക്തിയില്ലാതെ പോകുന്നു. ഇസ്രായേൽ പാപം ചെയ്തുകൊണ്ട് ശത്രുക്കളെ നേരിടാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ എല്ലാ പരാജയങ്ങളിലും നിങ്ങളിലേക്കും കർത്താവിനെ ക്ഷണിക്കുക. തിരിച്ചു പോവുക. കർത്താവ് നിർദ്ദേശിച്ച വഴികളിലായിരിക്കുക. കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങ് വർഷിച്ചതുപോലെ വർഷിച്ചിട്ടുണ്ട്. അങ്ങ് ഞങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അങ്ങ് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങയുടെ വഴിവിട്ട് പോകുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പോയി ദയനീയമായി പരാജയപ്പെടാറുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് നേരായ ബുദ്ധി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ജീവിതത്തിൽ തെറ്റുപറ്റാതെ അമ്മ തിരുക്കുമാരനെ സ്നേഹിച്ചതുപോലെയും അമ്മ തിരുക്കുമാരനെ വളർത്തിയതുപോലെയും ഞങ്ങൾക്കും ആ തിരുക്കുടുംബത്തിൽ വളരാൻ ഒരു കൃപ തരണമേ. കർത്താവിനെ പിൻചെല്ലുന്നതിൽ തെറ്റുപറ്റാതിരിക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.